മേടമാസ പൂജ പൂർത്തിയാക്കി ശബരിമല നടയടക്കാൻ ഒരു ദിവസം ശേഷിക്കെ സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. നടപ്പന്തലും ഫ്ലൈ ഓവറും രാവിലെ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു. 39,155 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 മണിക്ക് നടയടക്കും. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. രാവിലെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നടപ്പന്തലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നടപ്പന്തലിൻ്റെ തുടക്കം മുതൽ തന്നെ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് കാണുന്നത്. കഴിഞ്ഞ 3 ദിവസമായി, പ്രത്യേകിച്ച് വിഷുവിൻ്റെ തലേ ദിവസം മുതൽ അനുഭവപ്പെട്ടു തുടങ്ങിയ തിരക്കാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് മലയാളികളും കൂടുതലായി എത്തുന്നുണ്ട്. മലയാളികൾക്കൊപ്പം തന്നെ അയൽ സംസ്ഥാന ഭക്തജനങ്ങളും കൂടുതലായി എത്തുന്നു. അങ്ങനെ വലിയ തിരക്കാണ് സന്നിധാനത്ത്. 10-ാം തീയതിക്ക് ശേഷം മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി മലയാളികളും കൂടുതലായി എത്തുന്നു. മാളികപ്പുറങ്ങളും കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കൂടുതലായി എത്തുന്നു. വലിയ തിരക്ക് വരും മണിക്കൂറുകളിലും സന്നിധാനത്ത് വിലയിരുത്തുന്നുണ്ട്. പമ്പയിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇന്നലെ രാത്രി മല കയറി എത്തി. 39,155 ഭക്തജനങ്ങളാണ് ഇന്നലെ ദർശനം നടത്തിയത്. ധാരാളം ഭക്തജനങ്ങൾ സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി തമ്പടിച്ച് നിലയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദർശനം പൂർത്തിയാക്കിയ ഭക്തജനങ്ങൾ മലയിറങ്ങാൻ താമസിക്കുന്നതും സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം തിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി മാറുകയുമാണ്. അന്നദാന മണ്ഡപത്തിന് മുൻഭാഗത്തുള്ള ഭാഗങ്ങൾ, ഒപ്പം മാളികപ്പുറത്തിന് സമീപമുള്ള ഭാഗങ്ങൾ, 18-ാം പടിക്ക് സമീപമുള്ള ഭാഗങ്ങൾ, നടപ്പന്തലിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ദർശനം പൂർത്തിയാക്കി വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെയും തിരക്ക് കാണാം. ഫ്ലൈ ഓവറും നടപ്പന്തലും രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സന്നിധാനം എങ്ങനെയാണോ ഭക്തജന പ്രവാഹമായി കാണപ്പെടുന്നത്, ഭക്തജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച എങ്ങനെയാണോ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് കാണാൻ കഴിയുന്നത്, അതിന് സമാനമായ കാഴ്ച തന്നെയാണ് കഴിഞ്ഞ 3 ദിവസമായി സന്നിധാനത്ത് നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് തിരക്ക് ക്രമീകരിക്കുന്നതിന് വേണ്ടി മിനിറ്റിൽ 50-ലധികം ഭക്തജനങ്ങളെ കയറ്റിവിടുമ്പോൾ ആ രീതി തന്നെയാണ് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴെത്തിയ കുറേ നേരമായി എത്തിയിട്ട്, ഒരുപാട് നേരമായി അവിടെ ക്യൂവിലായിപ്പോയി. അത്രയും ബുദ്ധിമുട്ടാകുന്നുണ്ടായിരുന്നു. ഏകദേശം എത്ര മണിക്കൂറായി? 2 മണിക്കൂറിനടുത്തായി. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, കൂടുതലായിട്ടുണ്ടല്ലോ. അവധിയൊക്കെ ആയതുകൊണ്ട്. അവധിയായുണ്ട്. അതെ. എവിടുന്നാ വരുന്നത്? നമ്മൾ കൊല്ലം കടക്കല്. നമ്മളെ 10 പേര്. സ്വാമിശരണം തമിഴ്നാട്. എപ്പോൾ എത്തി? കാലയിൽ. എത്ര പേരുണ്ട്? നാங்கள் മൊത്തം 40 പേര്. എങ്ങനെയുണ്ട്? ഉണ്ട്. സ്വാമിശരണം എവിടുന്നാ? തമിഴ്നാട്. എവിടുന്നാ? തമിഴ്നാട്ടിൽ സേലമാത്തൂർ. അങ്ങനെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയമൊക്കെ ഭക്തജനങ്ങൾക്ക് നടപ്പന്തലിലും മറ്റും കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ ഫ്ലൈ ഓവറിലും സമാനമായി തന്നെയാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പന്തലിൽ നിന്നും ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റാൻ അനുവദിക്കുകയും തുടർന്ന് ഫ്ലൈ ഓവർ വഴി ദർശനം ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. ഇനി നാളെ മാത്രമാണ് ദർശനം ഉള്ളത്. 18 ദിവസത്തെ തിരുവുത്സവത്തിനും വിഷുവിനും മേടമാസ പൂജകൾക്കുമായി നട തുറന്നിരുന്ന ദിവസങ്ങൾക്ക് സമാപനമാകുമ്പോൾ ഒരു മിനി തീർത്ഥാടനകാലം എന്ന് പറയാവുന്ന 18 ദിവസം ദർശനകാലം ഉണ്ടായിരുന്ന ദിവസങ്ങൾക്കാണ് സമാപനമാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നടയടയ്ക്കും. ഉച്ചപൂജയോടുകൂടി നടയടയ്ക്കും. അതിനുശേഷം എത്തുന്ന ഭക്തജനങ്ങൾക്ക് വൈകിട്ട് 4 മണിക്കാണ് ദർശനമുള്ളത്. 4 മണിക്ക് നട തുറന്ന് 6:30 ദീപാരാധന, 7 മണിക്ക് പടിപൂജയുണ്ട്. പടിപൂജയുടെ സമയത്തും ഭക്തജനങ്ങൾക്ക് നടപ്പന്തലിലും മറ്റുമായി കാത്തു നിൽക്കേണ്ടി വരും. അവിടെ ആ സമയത്ത് പടിപൂജ കഴിയുന്ന സമയത്തും തിരക്ക് അനുഭവപ്പെടും. പിന്നീട് 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. നാളെ പുലർച്ചെ 5 മണിക്ക് നട തുറക്കും. നാളെ ഒരു ദിവസം മാത്രം ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് സൗകര്യമുള്ളപ്പോൾ നാളെ നടയടയ്ക്കുമ്പോൾ ഇനി വലിയ തിരക്ക് വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തൽ. കാരണം അവധി ദിവസമൊക്കെ ആയതുകൊണ്ട്, 2 ദിവസം അവധിയൊക്കെ ആയതുകൊണ്ട് മലയാളികൾ കൂടുതൽ എത്തുന്നതിനുള്ള സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്. ഒപ്പം ഈ ഭാഗത്തോട് സമാനമായി തന്നെ സിവിൽ ദർശനത്തിൻ്റെ ഭാഗത്തും തിരക്കുണ്ട്. അവിടെയും ഭക്തജനങ്ങൾ മണിക്കൂറുകളായി 1 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ ആയിട്ട് കാത്തു നിൽക്കുന്ന സാഹചര്യം. പക്ഷേ തിരക്ക് പരമാവധി വേഗത്തിൽ തന്നെ ക്രമീകരിച്ചുകൊണ്ട്, നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് പരമാവധി വേഗത്തിൽ തന്നെ ദർശനം സാധ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് സമാനമായി തന്നെ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ട് നടപ്പന്തലിൽ നിന്നും മുകളിലേക്ക് ഭക്തജനങ്ങളെ കയറ്റി വിട്ടുകൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ തിരക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഒപ്പം മലയാളികളും ഒരുപോലെ കൂടുതലായി എത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഈ ദിവസങ്ങളിൽ ഉണ്ട്. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.